Ma. ഇടക്കൊക്കെ മഴയാണിക്കണേ മുഖം കടന്നിട്ടാ. ഹലോ, അപ്പോൾ ഞാൻ ഇന്നുള്ളത് പകലകം റിസോർട്ടിലാണ്. ഇവിടെ ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പെരിന്തൽമണ്ണ പോയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാവരും പകലകം റിസോർട്ടിൽ ഇന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിന്ന് ഇറങ്ങരുത് ഓഫാക്കുന്ന ഇറങ്ങരുത്. ഓഫാക്കാതെ ഇറങ്ങരുത് കേട്ടോ. ചാടിട്ട് ചാടിട്ട് ഇടക്കൊക്കെ മഴയാണിക്കണേ മുഖം കടന്നിട്ടാ മുഖം ചാടിയ മെഷീൻ പൊടി നഷ്ടം. പണ്ട് ഫാനുള്ള ഫോൺ അടിക്കും. കുറച്ച് ഇങ്ങനെ കേറി ഇല്ലെങ്കിൽ ഒന്നായിട്ടും ബാക്കൊക്കെ പോയാൽ പിന്നെ അവിടെ പൊളിഞ്ഞട്ടി പോകും. കുറച്ച് ബാക്ക് ഇരിക്കേ കുറച്ച് ബാക്ക് ഇരിക്കേ. ഗോവയിലാണല്ലോ. ഗോവയിൽ വന്ന് അങ്ങനല്ലേ കിടക്കുക. എങ്ങനെയാണ് ഈ ഡ്രസ്സൊന്നുമില്ലേ കറ ഇതാർക്കണ്ടേ. ഞാൻ പുതിയ വീട് വെച്ച വീട്ടില് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇനി വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളൊരു വീട് വെക്കാന്ന്. വില്ല ഉണ്ടായിക്കണ് അല്ലേ. നമ്മൾ നിങ്ങളോട് പറയാൻ വിട്ടു പോയതാണ്. ഇതിപ്പോ നമ്മളെ യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ നമ്മളെ എന്താ കൊടിക്കലിന് വന്നിക്കണ്. 1, 2, 3, 4, 5 വില്ലുകളുണ്ട് കേട്ടോ ഇവിടെ. സ്വിമ്മിംഗ് പൂളും ഉണ്ട്, ഓപ്പൺ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, പുഴൻ്റെ വക്കത്താണ്, തൂതപ്പുഴൻ്റെ വക്കത്താണ്. ഇവിടുത്തെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരും കേട്ടോ. നമ്മൾ സ്ക്രീനിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാട്ടോ. ഇവിടെ ഏത് ഇതിൽ വേണമെങ്കിലും. അപ്പം ഇന്ന് ഞങ്ങൾ കുടിക്കലൊക്കെ കഴിഞ്ഞ് റാഹത്തായി. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് പോയി വരാമെന്നുള്ള നിലക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ വൈബും കാരണം ആ തൂതപ്പുഴൻ്റെ വക്കത്ത് പിന്നെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോരാ എന്ന് വിചാരിച്ച് ചെന്ന് ഞങ്ങൾ
പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നത് രാത്രിയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഓട്ടോയിലായിരുന്നു പോയത്. അവിടെ നമ്മളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾ അവരടക്കം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് വരാം. നമ്മളെന്ത് വിചാരിച്ചു, ചെറുപ്പശ്ശേരി ഇന്ന് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് വേഗം ഇവരെ ഒന്ന് പോവാന്നുള്ളത് വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ശരിക്ക് ശാലു എത്ര വിളിച്ചിട്ട് പോലും പോരാൻ കൂട്ടാക്കിയില്ല. എന്തായാലും നല്ലൊരു അടിപൊളി വൈബിള് സ്ഥലം, ഫുഡ് ഉണ്ടാക്കാനുള്ള ഏരിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളി റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പകലകം റിസോർട്ട് കാറൽമണ്ണ, അതും നമ്മളെ പെരിന്തൽമണ്ണ ഇത്രയും അടുത്ത് ഇങ്ങനൊരു റിസോർട്ട് നല്ലൊരു അടിപൊളി വൈബാണേ.